ഇപ്പോൾ ഷെബീദ് റാവുത്തർ സ്വർണ്ണക്കടയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഈ സ്വർണ്ണക്കടയിൽ ഇയാൾ എത്തിയിരുന്നു, ഈ പ്രതി. ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഷെബീദ് നമുക്കൊപ്പം ചേരുന്നത്. ഷെബീദ്, സ്വർണം പണയം വെക്കാൻ അയാൾ അവിടെ എത്തിയിരുന്നാണോ നമുക്ക് കിട്ടുന്ന വിവരം? എന്താണ് കടയുടമ പറയുന്നത്? നമ്മൾ ഈ കടയുടെ, അതായത് ഇത് ഈ മണിയും മുറ്റത്ത് നിധി ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്ന കമ്പനിയാണ്. ഇവിടെ ഈ സാധാരണഗതിയിൽ ഈ നമ്മുടെ റൂറൽ മേഖലകളിലൊക്കെ നിരവധി ആളുകൾ പണയം വെക്കാൻ വരുന്ന സ്ഥലമാണ്. പോലീസിനോട് അഫാൻ ഇതുവരെ പറഞ്ഞ വിവരമനുസരിച്ച് ആണ്ടവൻ സ്റ്റോർസിൽ ഇവിടെ, അതായത് മണി മുറ്റത്ത് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ ഇത് പണയം വെച്ചിട്ട് ആണ്ടവൻ സ്റ്റോർസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി എന്നുള്ളൊരു മൊഴി അയാൾ നൽകിയിട്ടുണ്ട്. ആ മൊഴി പ്രാഥമികമായി പോലീസ് ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. ഏതായാലും അത് ഉറപ്പിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ. കാരണം ഈ ഒരു പണമിടപാട് സ്ഥാപനം തന്നെ അപ്പുറത്തേക്ക് ഈ പേര് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അവർക്കത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അവർ പോലീസുമായി അകത്ത് ഇതുമായി ബന്ധപ്പെട്ട ക്രോസ് വെരിഫിക്കേഷൻ, ഒരു പക്ഷേ ഈ പണയം വയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഈ ആധാർ കാർഡൊക്കെ നൽകണം. അപ്പം അതടക്കമുള്ള വിവരങ്ങൾ ഇവരുടെ പക്കൽ ഉണ്ടാകും. അവരതൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് വരികയാണ്. അതിനുശേഷം ഉറപ്പിച്ച ശേഷം സംസാരിക്കാം. കാരണം ഒരു റൂറൽ മേഖലയാണ്, ഈ വെഞ്ഞാറമൂട് ടൗൺ ആണെങ്കിലും ഒരു മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നിരവധി ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്താറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ റൂറലിലെ നമ്മളുടെ പല പ്രാദേശിക ലേഖകന്മാരും നമ്മൾ ഈ സംഭവത്തിൽ ഈ ഞെട്ടിക്കുന്ന ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുത്തു വരികയാണ്. സജാദ്, ഏറ്റവും അവസാനം പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഈ രണ്ട് വിവരങ്ങൾ മാത്രമല്ലേ? തീർച്ചയായിട്ടും ഈ പ്രതി ഈ തലക്കടിക്കാൻ വാങ്ങിയ ചുറ്റിക വാങ്ങിയ കട ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ആണ്ടവർ സ്റ്റോർ എന്ന് പോലീസ് പറയുന്നു. അതിനുശേഷം സ്വർണം പണയം വയ്ക്കാൻ വേണ്ടി പലതവണ വന്നിട്ടുള്ളതും മണിമുറ്റത്ത് ഫിനാൻസ് എന്നുള്ള ഈ സ്ഥാപനത്തിലാണ് പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസിനോട് പറയുന്ന വഴിയാണ്. അങ്ങനെ ഇപ്പോൾ ഇവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ആൾ വന്നാൽ അവർക്ക് അറിയില്ല, ഓർമ്മയില്ല. കാരണം ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. പക്ഷേ പോലീസ് പറയുന്നു അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവൻ മൊഴി മാറ്റി പറയുന്നു, ഞങ്ങളെ കുഴപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേഷൻ അനുസരിച്ച് ഈ രണ്ട് സ്ഥലത്തും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പേര് പറയുന്നത്, അല്ലാതെ ഈ പേര് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പോലീസിന്റെ ഇപ്പോഴത്തെ ടൈമിൽ വെച്ച് ഇത് മാച്ച് ചെയ്യുന്നുമുണ്ട്. കാരണം ഇവിടെ ഒരു പക്ഷേ പണയം വെച്ചിട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി സാധനം വാങ്ങാനുള്ള, ചുറ്റിക വാങ്ങാനുള്ള സമയം അയാൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ സമയം മാത്രമല്ലേ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഈ ചുറ്റിക വാങ്ങിയിട്ട് ഈ ഫിനാൻസ് തന്നെ നേരത്തെ പലതവണ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇവരറിയാം, ഉറപ്പിക്കുന്നുണ്ട്. ഈ ഹാർഡ്വെയർ കടയിലും അവനെ പരിചയമുണ്ട്, വന്നിട്ടുണ്ട്, അറിയാം. പക്ഷേ ഞാൻ പള്ളിയിൽ മറ്റോ പോയപ്പോൾ വന്നിട്ടുണ്ടാവാം എന്നുള്ള സംശയം അവർ പറയുന്നുണ്ട്. കാരണം സാധനം വാങ്ങാൻ വേണ്ടി പലരും വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഇവന്റെ മൊഴി. അല്ലെങ്കിൽ ഇത് തെറ്റാണ്, അവൻ പോലീസിനെ കുഴപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ളതാണ് പോലീസ് ഇപ്പം എത്തിക്കുന്നത്. ഏതായാലും സജാദാണ് ആ വിഷയത്തിൽ നമുക്കൊരു ഉറപ്പിച്ച വിവരം നൽകുന്നത്. സ്കാൻ, ഇത് ഈ കൊലപാതകത്തിന്റെ ഒരു ഗ്രാവിറ്റി, കൊലപാതകങ്ങളുടെ ഒരു ഗ്രാവിറ്റി, അതൊരു കൂട്ടക്കൊലപാതകമായി മാറിയ സമയം മുതൽ നമ്മുടെ പ്രാദേശിക ലേഖകന്മാർ ഓരോ വിവരവും കൃത്യമായി തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നൽകുന്നുണ്ട്. പോലീസുമായിട്ട് ഗ്രൗണ്ട് ലെവലിലടക്കം പോലീസ് നടത്തുന്ന ഓരോ പരിശോധനയിലും നമ്മളുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വെഞ്ഞാറമൂട് ടൗണിലെ രണ്ട് ഭാഗത്തേക്ക്, അതായത് ആണ്ടവൻ സ്റ്റോർസ് എന്ന് പറയപ്പെടുന്ന കടയിൽ നിന്ന് ചുറ്റിക വാങ്ങി, അതേപോലെ തന്നെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഇയാൾ സ്വർണം പണയം വെച്ചു. ആ സ്വർണം ഏത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ പരിസരമാകെ പോലീസുണ്ട്. സ്കാൻ, പലതരത്തിലുള്ള അന്വേഷണം അത് രഹസ്യ സ്വഭാവത്തിലടക്കം പോലീസ് നടത്തുന്നുണ്ട്. സ്കാൻ.